കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ഞെട്ടലിലും ആശ്വാസത്തിലുമാണ് ചങ്ങനാശ്ശേരി നടക്കപ്പാടം പാലാക്കുന്നേൽ ജോർജ് ജോസഫും കുടുംബവും. വഴിയരികിൽ നിർത്തിയിട്ട കാറിന് മുകളിലേക്ക് മരം കടപുഴകി വീണെങ്കിലും അത്ഭുതകരമായി ജോർജും 4 മക്കളും രക്ഷപ്പെട്ടു. കാറിന്റെ ഒരു ഭാഗം തകർന്നുപോയെങ്കിലും വാഹനത്തിലുണ്ടായിരുന്ന 5 പേർക്കും ഒരു പോറൽ പോലും ഏറ്റില്ല. അഖിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദിവസങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരി നടക്കപ്പാടം പാലാക്കുന്നേൽ സ്വദേശി ജോർജ് ജോസഫും അവരുടെ 4 മക്കളും വലിയൊരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയുണ്ടായെന്നുള്ളതാണ്. ജോർജ് ജോസഫ് നമ്മുടെ ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുക, എന്തായിരുന്നു ഒന്ന് സംഭവിച്ചു? വലിയ ശബ്ദം കേൾക്കുന്നു, എന്താണ്ടായിരുന്നു? ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് സ്പാർക്ക് വരുന്നുണ്ടായിരുന്നു. സ്പാർക്ക് വന്ന സമയത്ത് ദൂരെ നിന്ന് ഇങ്ങനെ സ്പാർക്ക് അടിച്ചടിച്ച് നമ്മുടെ വണ്ടിയുടെ മേളിൽ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടി പെട്ടെന്ന് അങ്ങ് കുലുങ്ങാൻ തുടങ്ങി. അപ്പം ഞാനോർത്ത് പോസ്റ്റാണ് വീഴുന്നതെന്ന്. അപ്പം പോസ്റ്റ് വീണ് കഴിഞ്ഞപ്പോഴും വണ്ടി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെയാണ് ഞാൻ സൈഡ് നോക്കുമ്പോൾ ഒരു വലിയ മരം വീണ് കിടക്കുന്നു. ഈ മരം ഇങ്ങനെ വന്നിങ്ങനെ ബൗൺസ് ചെയ്യുന്ന മാതിരി, അതുകൊണ്ടാണ് ഈ വണ്ടി കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അന്ന് വീണ ടൈമിൽ നമുക്കൊരു തരിപ്പ് കിട്ടിയായിരുന്നു. അപ്പോഴേ എനിക്ക് തോന്നി ചിലപ്പം വല്ല കറണ്ട് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നാട്ടുകാർ കൂടിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ജനൽ കത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അത് അങ്ങനെ പറയാൻ തോന്നിപ്പിച്ചത് എന്നാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു കറണ്ട് വണ്ടി കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ആദ്യമേ ലൈൻ കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ KCBനെ വിളിക്കുകയോ അതോ അവർ തന്നെ ലൈൻ കട്ട് ചെയ്യുകയോ, പെട്ടെന്ന് തന്നെ ലൈൻ കട്ട് ചെയ്ത് പവർ ഓഫാക്കി പിള്ളേരെ മൊത്തം ജനലിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കുമായിരുന്നു. പിന്നെ ഞാൻ പാസഞ്ചർ സീറ്റിലേക്ക് വന്നിട്ട് ഒന്ന് ഡോറൊന്ന് തള്ളി ഞാനും പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. എല്ലാം ഒരു 5 മിനിറ്റിനുള്ളിൽ നടന്നു. ചേച്ചി ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയിരിക്കുന്നു. അപ്പോൾ വന്ന് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്തായിരുന്നു ഒരു പേടി, എന്താ തോന്നി? മുകളിൽ നിന്ന് സൗണ്ട് കേട്ട ഓടി വന്നേ. അപ്പം മരം ശരിക്കും റോഡിലോട്ടാണ് വീണ് കിടക്കുന്നത്. അപ്പോഴും ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ വണ്ടിയുടെ മുകളിൽ ആ മരം വന്ന് കണ്ടപ്പോൾ നമുക്ക് തുറക്കാനും പറ്റുന്നില്ല. കാരണം ഇന്നും അകത്തുനിന്ന് പറയുന്നുണ്ട് ഇലക്ട്രിക് കമ്പിയാണ്, ഷോക്ക് അടിക്കും. അപ്പോൾ പിള്ളേരെല്ലാവരും കരച്ചിലും ഉണ്ട്, പക്ഷെ നമുക്ക് തുറക്കാനും പറ്റുന്നില്ല. അപ്പം ഈ ബൈക്കുകാരൊക്കെ നിർത്തി ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അകത്ത് ആളുണ്ട്. അപ്പോൾ അവരും പെട്ടെന്ന് എല്ലാവരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്, നമുക്ക് വാതിൽ തുറക്കാനുള്ള ധൈര്യം പോലും ഇല്ല. അപ്പോഴത്തേക്ക് അവർ വരുന്നു, ഈ ഇലക്ട്രിക് കമ്പി പൊട്ടി, അപ്പോൾ കുഴപ്പമില്ല, ഷോക്കില്ല എന്ന് പറയുന്നു. ഇവർ ജനൽ തുറക്കാൻ പറ്റി, വാതിൽ വണ്ടി ഓണായിരുന്നുണ്ട്. പിള്ളേരെല്ലാവരും എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഇറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇതായത്, എല്ലാവരും രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ. ഓക്കെ, എന്താ പേടിച്ചു വരുന്നു പെട്ടെന്ന് കണ്ടപ്പോൾ? പേടിച്ചുപോയി. മോന്റെ ഭാഗത്തായിരുന്നു ഈ മരം വന്നിരുന്നത്. എന്ത് തോന്നിയപ്പോ? ഞാൻ താര വീണപ്പോ ഒത്തിരി ബ്രൗൺ തിങ്സ് ഉണ്ട്. ഞാൻ ഓർത്ത് അതിന്റെ ട്രീന്റെ ബാർക്സാ. പേടിച്ചുപോയി. ആരാ എന്നിട്ട് രക്ഷപ്പെടുത്തിയതിനുള്ളിൽ? എത്ര അങ്കിൾമാര് വന്നു, ഓടി വന്നു അത് വീണപ്പോ തന്നെ? വന്നു. പുറത്തെത്തിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നി? റിലാക്സ് ആയി, കാമായി. നാട്ടുകാരെല്ലാവരും ഉള്ള ആളൊരു യൂണിറ്റ് ശരിക്കും അവിടെ കണ്ടായിരുന്നല്ലേ? എല്ലാവരും ഓടിക്കൂടി. നാട്ടുകാർ എനിക്ക് തോന്നുന്നു അവർ ഹൈ അലേർട്ടിലായിരുന്നു. കാര്യം ഈ മഴയൊക്കെ പെയ്ത് എല്ലായിടത്തും വെള്ളം പൊങ്ങി. നാട്ടുകാർ ഒരു ഹൈ അലേർട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു. ആർക്കും ഒരു ചെറിയ പൊറൽ പോലും ഏറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് പറഞ്ഞു. ഒപ്പം ഒരു നാടാകെ ഇവർക്ക് വേണ്ടി ഒന്നിച്ചു നിന്നു. ഇവരെ രക്ഷപ്പെടുത്താൻ എല്ലാം മറന്ന്, കൈമയും മറന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന്റെ ഒരു അനുഭവമാണ് എന്തായാലും ഇവരുടെ പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഖിൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.